ഇത് ലിയാഖത്തല്ലേ? അതെ. ഞാൻ തൃശ്ശൂരിന്നാ വിളിക്കുന്നത്. ആ. ഞാൻ തിരക്കിലാണോ? പറഞ്ഞോളൂ. അധിക സമയമില്ല, എന്നാലും പറയൂ. ആണോ? എനിക്ക് നിങ്ങളെ വീഡിയോ കാണാറുണ്ട് ഞാനേ. ആ. ഞാനൊരു പ്രവാസിയായിരുന്നു. ആ. ഇപ്പൊ കുറച്ചു കാലമായിട്ട് നാട്ടിലുണ്ട്. ആ. അപ്പൊ നിങ്ങൾ പറയുന്ന വീഡിയോസ് പരിശോധിക്കുമ്പോ അതിന് മറുപടി പറയാനൊന്നുമില്ല. ആ. നിങ്ങൾ കളവല്ല പറയുന്നത്. ഓക്കെ. പ്രമാണങ്ങളില് അത്തരത്തിലുള്ള കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ആ. എനിക്ക് പറയാനുള്ളത് വേറൊരു വിഷയമാണ്. ആ. ഇപ്പൊ മുസ്ലിം സമുദായത്തിലെ കുറെ ആളുകളുണ്ടല്ലോ. അതായത് ഈ പരമ്പരാഗത രീതിയിൽ മതം വിശ്വസിച്ച് നടക്കുന്ന കുറെ ആൾക്കാർ. ആ. ഒരു 50 വയസ്സിന് ശേഷമുള്ള ആളുകൾ. ആ. അവരെ സംബന്ധിച്ചെന്ന് പറഞ്ഞാല് അവർക്ക് അറിയാലോ, അവരെ ചുറ്റുപാട്, അവരുടെ മക്കള്, അതുപോലെ കുടുംബം, മറ്റു കാര്യങ്ങൾ എല്ലാം വെച്ചുകൊണ്ട് തന്നെ അവർക്ക് ഇപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളാനോ അന്വേഷിക്കാനോ പറ്റില്ല. ആ. അപ്പൊ സ്വാഭാവികമായിട്ട് അവർക്ക് ഒരു മാനസിക പിരിമുറുക്കം ഉണ്ടാക്കുന്നില്ലേ ഇങ്ങനെയുള്ള വീഡിയോസ് കാരണം? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? പുതിയ തലമുറേനെയും അതേ വഴിയില് പോട്ടെ എന്ന് വിചാരിക്കാൻ പറ്റുമോ? അല്ല, പുതിയ തലമുറനെ അങ്ങനെ പോട്ടെ എന്ന് വിചാരിക്കണം എന്ന് ഞാൻ പറഞ്ഞില്ല. അങ്ങനെ ഞാൻ പറഞ്ഞില്ല. ഇതെന്താ സംഭവം എന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞാല് ഏതൊരു പുതിയ അറിവും നിലവിലുള്ള ചില ആളുകൾക്ക് അസ്വസ്ഥതകൾ ഉണ്ടാക്കും. ഏത് പുതിയ ബോധ്യങ്ങളും നമ്മളുടെ സ്റ്റാറ്റസ് കോയിൽ ഇളക്കം തട്ടുന്ന എന്തും നമുക്ക് അസ്വസ്ഥതകൾ ഉണ്ടാക്കും. അപ്പോ അതിനെ നമ്മൾ അത് കാരണം കൊണ്ട് നമ്മൾ ഈ മാറ്റങ്ങൾ ഉണ്ടാവാതിരിക്കാനോ അല്ലെങ്കിൽ മാറ്റങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാതിരിക്കാനോ പറ്റില്ലല്ലോ. ഇല്ല, അത് ഒരു വശമാണ് പറഞ്ഞത്. ഇപ്പൊ ഞാന് ഒരു വിശ്വാസിയാണ്. പരമാവധി വിശ്വാസം ഉൾക്കൊണ്ട് ഇപ്പൊ ഞാൻ ഈ വിശ്വാസികൾക്ക് മാനസിക പ്രയാസം ഉണ്ടാക്കുന്നത് ആക്ച്വലി വിശ്വാസികളാണ്, അല്ലെങ്കിൽ വിശ്വാസമാണ്. അവർക്കിപ്പോ ഒരു മാനസിക പിരിമുറുക്കം ഉണ്ടായി, അല്ലെങ്കിൽ അവർക്ക് സംശയങ്ങൾ ഉണ്ടായി, അതിന് മാന്യമായ രീതിയിൽ ഹാൻഡിൽ ചെയ്യാനുള്ള മെക്കാനിസം ഇപ്പോഴും വിശ്വാസ സമൂഹത്തിന് അകത്തില്ല. അതിന് പകരം അവരെ പിരിമുറുക്കം കൂട്ടാനും അവരെ പിശാചുബാധ പറഞ്ഞ് പേടിപ്പിക്കാനും നരകം പറഞ്ഞ് പേടിപ്പിക്കാനുമാണ് മൂല്യന്മാരുടെ ഇപ്പോഴും സംവിധാനമുള്ളൂ. അതെ, അതാണ് അതിന്റെ പ്രശ്നം. അപ്പൊ പ്രശ്നവും പരിഹാരമില്ലായ്മയും അവിടെയാണുള്ളത്. ഞാൻ എന്റെ അനുഭവം തിരിച്ചാണ്. 55, 60, 70 വയസ്സുള്ള സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ കുറച്ചു കാലത്തിനിടയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി, അതായത് പരിശോധിച്ച് മനസ്സിലാക്കിയതിനു ശേഷം വിളിച്ചവരും സംസാരിച്ചവരായിട്ടുള്ള എത്രയോ ആളുകളുണ്ട്. അവർക്കൊക്കെ ചില കാര്യങ്ങളിൽ ഇപ്പം പരസ്യമായിട്ട് പറയാനോ നിലപാട് പറയാനോ അല്ലെങ്കിൽ അവരുടെ ഈ അവിശ്വാസം പ്രകടിപ്പിക്കാനോ എന്നുള്ള സാഹചര്യമില്ല. പക്ഷെ അതൊന്നും അവരെ മാനസിക എത്തിക്കുന്നില്ല എന്നുള്ളതാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസേ ഞങ്ങളുടെ ഈ ഒരു കൂട്ടായ്മ ഉണ്ടാവുമല്ലോ, അവരുടെ ഇടയിൽ ഞാൻ പറഞ്ഞു, ഈ നിങ്ങൾ പഠിപ്പിക്കപ്പെട്ടേക്കുന്നത്, ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ പറഞ്ഞ് പഠിപ്പിച്ചേക്കുന്നത് നിങ്ങൾ മുഹമ്മദ് നബിയെ കുറിച്ച് ഒരു മനുഷ്യന്റെ സർവ്വതിനേക്കാൾ കൂടുതൽ സ്നേഹിക്കണം എന്നാണ് പഠിപ്പിച്ചേക്കുന്നത്. അതുപോലെ തന്നെ മുഹമ്മദ് നബിയുടെ ക്ഷമയെ കുറിച്ച് നിങ്ങൾ പറയുന്നു. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു സാമാന്യ ഒരു മുസ്ലിം എന്നുള്ള നിലയ്ക്ക് അത് ഉൾക്കൊണ്ട് ജീവിക്കുകയാണ് ചെയ്യുന്നത് ഒരു ഭൂരിഭാഗം ആളുകളും. വേറൊരു മുഖം ഈ ഇതേ നബിയെ കുറിച്ചിട്ട് ഉണ്ട് എന്ന് ഇസ്ലാമിന്റെ വിമർശകരായിട്ടുള്ള ആളുകൾ പറയുന്നു. അപ്പൊ അവരിത് വെറുതെ പറയല്ല, അവര് ഇതുപോലെ തന്നെ നിങ്ങൾ എഴുതി വെച്ചേക്കുന്ന കിതാബുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഇത് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ പറയുന്നത് അത് കളവ് പറയുന്നതാണ്, ഇസ്ലാമിനെ കരിവാരി തേക്കാൻ വേണ്ടി പറയുന്നതാണ്, അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഫണ്ട് കൈപ്പറ്റിയിട്ട് പറയുന്നതാണെന്നാണ് നിങ്ങളുടെ വാദം. എന്നാൽ അങ്ങനെ ആണെങ്കിൽ അവര് അത്തരത്തില് ഇത് ഉണ്ടാക്കി പറയുന്നതാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിയമ നടപടി ഉണ്ടല്ലോ. ഇപ്പൊ സ്വർഗവും നരകമൊന്നും തെളിയിക്കാൻ പറ്റൂല. പക്ഷെ ഒരു തരത്തിലുള്ള മൂല്യച്യുതിയും സംഭവിക്കാത്ത ഒരു മനുഷ്യനെ കുറിച്ചിട്ട് ഇത്രമാത്രം മോശമായിട്ട് പറയുമ്പോ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇത് നിയമ നടപടി നേരിട്ടുകൂടാ? എന്തുകൊണ്ട് അതനുസരിച്ച് നീങ്ങിക്കൂടാന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ അതിന് മറുപടി ഇല്ല. മനസ്സിലായോ? പിന്നെ ഞാൻ ഇതുപോലെ തന്നെ ജനങ്ങളായിട്ട് ഇടപെടുന്ന ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോ
ഈ വാർദ്ധക്യം ചെന്ന ആളുകൾ സ്വാഭാവികമായിട്ടും വാർദ്ധക്യം ചെന്ന ആളുകൾ അവർക്ക് ഈ അന്വേഷിച്ച് കണ്ടെത്താനോ അല്ലെങ്കിൽ അതിനുള്ള സോഴ്സ് ഒന്നും ഇല്ലാത്ത ഒരുപാട് ആളുകളുണ്ടല്ലോ. അവർക്കൊരു വീട്ടില് ഉദാഹരണത്തിന് ഭർത്താവ് മരിച്ചു, ഭാര്യ മാത്രമാണ്, പിന്നെ മക്കളുടെ അണ്ടറിൽ ജീവിക്കുകയാണ്, അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ടല്ലോ. അപ്പൊ അവർക്ക് ഇത്തരം കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് വളരെ വലിയ തരത്തിലുള്ള മാനസിക പിരിമുറുക്കം വസ്തുത ഞാൻ തിരിച്ചറിഞ്ഞപ്പോ ഞാൻ നിങ്ങളെ വിളിച്ച് സൂചിപ്പിച്ചതാ. മനസ്സിലായി. എന്റെ കേസിൽ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ കേൾക്കുന്ന ആളുകളില് നിങ്ങൾ ഈ പറഞ്ഞ ഏജ് കാറ്റഗറിയിലുള്ള ആൾക്കാർ ഒരു 5% താഴെയാണ്. നമ്മുടെ വ്യൂവേഴ്സിന്റെ ഒക്കെ 2 to 3% ഒക്കെയാണ് ഈ പറയുന്ന ഒരു 55 എബോ 60 എബോ ഒക്കെ ഉള്ള ആൾക്കാർ. അപ്പൊ അത് വളരെ എന്താ പറയാ വളരെ ചെറിയൊരു സംഘമാണ്. അതേപോലെ തന്നെയാണ് നമുക്ക് പുതിയ ജനറേഷനും നമ്മളുടെ എന്റെ വീഡിയോകളുടെ ഒക്കെ ഒരു ഇത് നമുക്ക് കിട്ടും. അനലിറ്റിക്സ് നമുക്ക് കൃത്യമായിട്ട് അതിന്റെ ഡെമോഗ്രാഫിക്സ് ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും. അവരുടെ ഏജ് കാറ്റഗറി, അവരുടെ ആൺകുട്ടികളാണ്. അപ്പം ഏറ്റവും പുതിയ ജനറേഷൻ എന്ന് പറഞ്ഞാല് ഒരു എന്താ പറയാ 2K കിഡ്സ് ഒന്നും അധികം നമ്മളുടെ വീഡിയോകളിൽ ഇല്ല. നമ്മളുടെ വീഡിയോ കാണുന്നത് ഈ ഫേസ്ബുക്ക് ജീവികൾ എന്നൊക്കെ നമുക്ക് പറയാവുന്ന ഒരു 80s 90s ഒക്കെയാണ്, 70s. അപ്പൊ 25-നും 50-നും ഇടയിൽ പ്രായമുള്ള ആൾക്കാരാണ് കൂടുതൽ. അപ്പോ നമ്മളെ സംബന്ധിച്ച് അത്തരം വീഡിയോകളുടെ ഒരു പ്രചാരം, പിന്നെ ഈ വയസ്സായ ആൾക്കാർക്ക് ഇതൊക്കെ കൊണ്ടുപോയി ഉസ്താദന്മാർ കാണിച്ചു കൊടുത്തെങ്കിലേ ഉള്ളൂ. പക്ഷെ അവരെ ഇടങ്ങാറാക്കിയിട്ട് കാര്യമില്ല. കാരണം അവർക്ക് ഇത് ഇനി ഒന്ന് റീസണിങ്ങിലൂടെ ഇതിന്റെ സത്യം മനസ്സിലാക്കാനോ അതിനൊന്നും പറ്റുന്ന ഒരു അവസ്ഥയായിരിക്കില്ല. അവർക്ക് മാനസികമായിട്ട് അതിന് പ്രാപ്തി ഉണ്ടാവില്ല. അതിൽ നമുക്ക് അതിനകത്ത് അവരോട് ഇപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റാം? അതിനകത്ത് നമുക്ക് അവരോട് സഹാനുഭൂതി വെക്കാമെന്ന് മാത്രമേ പറ്റുള്ളൂ. കാരണം ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇവർ ആദ്യം നിർത്തേണ്ടത് ഈ മതപുസ്തകം കയ്യിൽ വെച്ച് ബാക്കിയുള്ള ആൾക്കാരൊക്കെ മോശക്കാരാണെന്ന് ചിത്രീകരിക്കുന്ന ഇടപാട് നിർത്തണം. 100% നമുക്കൊരു മതമുണ്ട്. മറ്റുള്ള ആളുകളുടെ അവരുടെ ഗ്രന്ഥങ്ങളെ, അവരുടെ ആചാരങ്ങളെയും അവരുടെ അനുഷ്ഠാനങ്ങളെയും വിമർശിച്ചത് കൊണ്ടാണ് ഇന്ന് ഈ അവസ്ഥയിലെത്തിയത് സംശയമല്ല. അത് ഞാൻ അംഗീകരിക്കുന്നു. എന്ന് മാത്രമല്ല മറ്റു മതസ്ഥരുമായി ബന്ധപ്പെട്ട് വിശ്വാസി സമൂഹം എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് ഒരു കാരണവശാലും ഒരു മതപണ്ഡിതനും പറയാൻ പാടില്ല. അതായത് ഒരു ഹിന്ദുവിന്റെ വീട്ടിൽ പോകാൻ പാടില്ല. അത് അങ്ങേയറ്റത്തെ വൃത്തികേടാണ്. ഒരു ജനാധിപത്യ രാജ്യത്ത് ക്രിമിനൽ പ്രവർത്തനമാണ് ചെയ്യുന്നത്. അത് അല്ല, ഞാൻ പറഞ്ഞത് ഈ ജനാധിപത്യ രാജ്യത്തിന്റെ സകല സുഖങ്ങൾ അനുഭവിച്ചിട്ടാണല്ലോ നിങ്ങൾ ഹിന്ദുക്കളെ ഓണത്തിന് വിളിച്ചാൽ പോകാൻ പാടുണ്ടോ ഇല്ലെന്ന് കുട്ടികളോട് ചർച്ച ചെയ്യുന്നത്. അതിനേക്കാളും വലിയ അശ്ലീലം എന്താണ്? അപ്പൊ അതൊക്കെ അവസാനിപ്പിക്കാൻ ഇവിടുത്തെ മുസ്ലിം പൊതുസമൂഹം തയ്യാറാവുക എന്നുള്ളതാണ്. അത്തരം മൂല്യമാരെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രവർത്തനം. അത് അകത്തുനിന്ന് ചെയ്യേണ്ടതാണ്, നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതെ, ഇതിലെന്താ സംഭവം എന്നുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾക്ക് ഈ മതം വിട്ടുകൊണ്ടുള്ള കാഴ്ചപ്പാടല്ല, മതത്തിൽ നിന്നുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിയന്ത്രണ വിധേയമാവണം എന്നുള്ള ആഗ്രഹക്കാരാണ് കൂടുതലും. ഈ ജനാധിപത്യത്തിലും മതേതരത്തിലും വിശ്വസിക്കുന്ന ആളുകൾ തന്നെയാണ് കൂടുതലുള്ളത്. ഈ പ്രമാണങ്ങൾ ഉദ്ധരിച്ച് പല ആളുകളും അവരവരുടെ നിലനിൽപ്പിനായിട്ട് ഈ അതോറിറ്റി കോംപ്ലക്സ് വെച്ചിട്ട് പെരുമാറുന്നതിന്റെ ഭാഗമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇതുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്നുണ്ടെങ്കിൽ, ഞാനൊരു വിശ്വാസത്തിൽ നിൽക്കുന്ന ഒരാളാണ്. വിശ്വാസത്തിന്റെ ഭാഗമായി അതിന് പല കാര്യകാരണങ്ങൾ ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ട്. എനിക്ക് ഏതാണ്ട് 56 വയസ്സായി. അപ്പോ എനിക്ക് പറയാനുള്ള, എനിക്ക് മനസ്സിലായത് ഒരുപാട് ആളുകൾ ഇപ്പൊ നമ്മൾ ഇടപഴകുന്ന മേഖലയിൽ ഒത്തിരി ആളുകളായിട്ട് അടുത്ത് ഇടപഴകാനുള്ള അവസരമുള്ള ഒരു മനുഷ്യനാണ് ഞാൻ. അപ്പൊ അതിന് ഒരുപാട് ആളുകൾക്ക് ഇപ്പൊ ഈ ചെറുപ്പം തൊട്ട് പഠിപ്പിച്ച ഒരു വിശ്വാസമാണല്ലോ, എല്ലാത്തേക്കാൾ കൂടുതൽ മൊഹബത്ത് വെച്ചില്ലെങ്കിൽ ഈ വിശ്വാസ സമൂഹത്തിന്റെ ഉള്ളില് നിലനിൽക്കില്ല എന്നല്ലേ പഠിപ്പിച്ചേക്കുന്നത്. അപ്പൊ അങ്ങനെ ഉള്ള ഒരു ആളെ കുറിച്ചിട്ട് വേറൊരു തരത്തിൽ പറയുന്നത് കേൾക്കുന്ന സമയത്ത് അവരുടെ ഉള്ളിൽ ഉണ്ടാവുന്ന വേദന ഇവന്മാര് പരിഹരിക്കുന്നില്ല. മനസ്സിലായോ? അവർക്കത് പറയാനുള്ള വേദിയില്ല. അവർക്കതാരും ഇപ്പൊ ഞാനിപ്പോ ഈ കഴിഞ്ഞ ഒരു 72 വയസ്സായ ഒരു വല്യമ്മ എന്നോട് വളരെ സൗമ്യമായിട്ട് വിളിച്ചിട്ട് മോനെ എന്തേ കേൾക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ പലരും. അപ്പൊ എനിക്ക് പറ്റുന്ന സ്ഥലത്ത് പറ്റുന്ന ആളുകളുടെ കൂട്ടായ്മയിൽ ഇത്തരം കാര്യങ്ങൾ പറയുന്ന സമയത്ത് അവിടെ നിന്നും പലരും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ എല്ലാവരുടെ ഉള്ളിലുണ്ട്. പക്ഷെ ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രശ്നം, അവരെ
ഒരു സൈഡിലോട്ട് കിക്ക് ചെയ്തിട്ട് അവരെ വേറെ തരത്തിൽ നിരീശ്വരവാദി മറ്റുമായിട്ട് പറയുമെന്നുള്ള ഭയം പലർക്കും ഉണ്ട്. അപ്പൊ ഈ മാനവിക വിരുദ്ധമായിട്ടുള്ള നിലപാടിനെ ഒരു മനുഷ്യനും ഇതിലെ ഈ എക്സ്ട്രീമായിട്ട് ചിന്തിക്കുന്ന ആളുകളല്ലാതെ വേറൊരു മനുഷ്യനും അത് അംഗീകരിക്കുന്നില്ല. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ചോദിച്ചു, നിങ്ങൾ ആരെങ്കിലും സ്വന്തം ഇതിന്റെ പ്രശ്നം ഞാൻ ചോദിച്ചു, നിങ്ങൾ ഈ പറയുന്ന പ്രസംഗം, അപ്പൊ ഒരു പ്രസംഗം കേൾക്കാൻ ഇടയുണ്ടായി, സ്വന്തം ഫാദറിന്റെ തല വെട്ടിയിട്ട് മകൻ കൊണ്ടുവന്നു എന്നുള്ളത്. ഞാൻ പറഞ്ഞു, ഇത്തരത്തിലൊക്കെ ഉള്ള നിങ്ങൾ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആരാണ് ഇക്കാലത്ത് ആദർശത്തിന്റെ പേരില് സ്വന്തം തന്തയുടെ തല വെട്ടുന്നത്? ഒരു പ്രായോഗിക അല്ലാത്ത ഒരു കാര്യം നിങ്ങളെടുത്ത് പറഞ്ഞിട്ട് എന്താണ് നിങ്ങൾ ഇതിൽ നിന്ന് നേട്ടം ഉണ്ടാക്കാൻ നോക്കുന്നത്? എന്താണ് നിങ്ങൾ കൊടുക്കുന്ന സന്ദേശം? മാത്രമല്ല, ആരാണ് അതിന് നിൽക്കുക? സ്വന്തം സ്വസ്ഥത നഷ്ടപ്പെടുത്തിയിട്ട് ഒരു എന്താ പറയാ, ഒരു ലീസ്റ്റ് ബുദ്ധിയുള്ള ആൾക്കാർ പോലും ഈ പ്രവർത്തിക്ക് പോവില്ലല്ലോ. എന്തിന്റെ പേരിലായാലും പോവില്ല. പിന്നെ അങ്ങനെയുള്ള കുറെ തല തിരിഞ്ഞ ആൾക്കാർ എന്തെങ്കിലും ചെയ്യാൻ പോകുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം പ്രത്യേകിച്ച് ഇന്ത്യ രാജ്യത്ത്, കേരളത്തില് വ്യത്യസ്തങ്ങളായിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അനുഷ്ഠിക്കുന്ന ആളുകളുടെ ഇടയിൽ വളരെ സൗമ്യമായിട്ട് പരസ്പരം കൊണ്ടും കൊടുത്തും തന്നെയാണ് ജീവിക്കേണ്ടതെന്നാണ് എന്റെ അഭിപ്രായം. എന്താന്ന് വെച്ചാൽ, ഇപ്പൊ ഇതിന്റെ ഒരു പ്രാക്ടിക്കൽ വശം ഞാൻ പറഞ്ഞുതരാം. ഈ പറയപ്പെടുന്ന ഈ പ്രമാണബദ്ധമായിട്ട് കാര്യങ്ങൾ പറയുകയും അതിനനുസരിച്ച് ജീവിക്കലാണ് ജീവിതത്തിലെ ത്യാഗം. അതായത് പൂർണ്ണമായ ശരീരത്തനുസരിച്ച് ജീവിക്കാൻ കഴിയാത്ത ഒരു നാട്ടിൽ അതിനുവേണ്ടി പരമാവധി ശ്രമിക്കുന്നത് ജിഹാദിന്റെ ഭാഗമായി കാണുന്ന ഒരു ചിന്താ പദ്ധതിയുണ്ട്. ആ ചിന്തയുടെ ഭാഗമായിട്ട് ഈ തരം എക്സ്ട്രീം ചിന്തകളെ, അല്ലെങ്കിൽ പുസ്തകത്തിലുള്ളതുപോലെ ജീവിക്കണം, ആ കാലഘട്ടത്തിലുള്ളതുപോലെ തന്നെ ജീവിക്കണം എന്ന് ശഠിക്കുന്ന ആളുകളുടെ കയ്യിലാണ് ഈ ഉമ്മത്തിന്റെ നേതൃത്വം ഉള്ളത് എന്നുള്ളതാണ് ഇതിന്റെ പ്രശ്നം. ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തത്, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഉമറാക്കൾ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അതിൽ നിങ്ങൾ ഈ പറയുന്ന ആൾക്കാരുണ്ടാവും. അതായത് ഇതൊന്നും അത്ര എക്സ്ട്രീം ആയിട്ട് എടുക്കാതെ സ്വതന്ത്രമായിട്ട് ഇങ്ങനെ പരമ്പരാഗതമായി കൈമാറി വന്ന നല്ല അറിവുകൾ മാത്രം വെച്ച് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ എന്ന് പറഞ്ഞാൽ പബ്ലിക്കിന്റെ പ്രതിനിധികളാണ് ഉമറാക്കളായിട്ട് വരുന്നത്. അവരെ സംബന്ധിച്ച് അവര് പക്ഷെ ഈ ഉസ്താദുമാരുടെ നിയന്ത്രണം, അതായത് ഉസ്താദുമാർക്ക് വേണ്ട സൗകര്യം ചെയ്തു കൊടുക്കലാണ് അവർക്ക് കൽപ്പിക്കപ്പെട്ടുള്ള പണി. അപ്പൊ ഇതുപോലത്തെ വിടുവായത്തം വയലു പറയാൻ വേണ്ടി സ്റ്റേജ് കെട്ടി കൊടുക്കലും അവർക്ക് കോഴി ബിരിയാണി ഉണ്ടാക്കി കൊടുക്കലുമാണ് ഈ സമാധാനം കാംക്ഷിക്കുന്ന മനുഷ്യന്മാരുടെ പ്രതിനിധികൾ ചെയ്യേണ്ടി വരുന്ന ദുരന്തമാണ് നമ്മൾ ഈ കാണുന്നത്. ഇതിന് പരിഹാരം ഉണ്ടാവുക എന്ന് പറയുന്നത് ഈ തരം സമാധാന കാംക്ഷികളായിട്ടുള്ള ആളുകൾ സംഘടിക്കുകയും അവർ ഉമറാക്കളുടെ നേതൃത്വം ഏറ്റെടുക്കുകയും അവർ ഉമറാക്കളായി മാറുകയും ആ ഉമറാക്കൾ സമൂഹത്തിന് അനുഗുണമാകുന്ന തരത്തിൽ ഈ നാട്ടിൽ പറയാൻ പറ്റുന്ന കാര്യങ്ങൾ പറയുന്ന തരത്തിൽ മൗലവിമാരെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ വരണം. തീർച്ചയായിട്ടും. അതില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ അവിടെ വളരെ ചെറിയൊരു ന്യൂനപക്ഷമായിരിക്കാം, ചിലപ്പോൾ 5% ആയിരിക്കാം, അല്ലെങ്കിൽ 10% ആയിരിക്കാം. അവർ ഈ സമൂഹത്തിന് ഡൊമിനേഷനിലേക്ക് വരികയും ഇപ്പൊ അഫ്ഗാനിസ്ഥാനിലും ഇറാനിലും ഒക്കെ ജീവിക്കുന്ന മനുഷ്യരിൽ ഭൂരിപക്ഷവും സമാധാനത്തോടെ ജീവിക്കണം ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ ഇതിന്റെ ഉമ്മത്തിന്റെ നേതൃത്വം ഒരു സമുദായത്തിന്റെ മുകളിൽ അല്ലെങ്കിൽ ആരുടെ കയ്യിൽ ഇരിക്കുന്നു അതിനനുസരിച്ചിരിക്കും കാര്യങ്ങൾ. ഇപ്പൊ അഫ്ഗാനിസ്ഥാനിൽ ഏറ്റവും അവസാനം വന്ന വാർത്ത അടുക്കളകൾക്ക് ജനാലകൾ പാടില്ല എന്നുള്ളത്. അതായത് അലക്കുകയും പത്രം കഴുകുകയും ഒക്കെ ചെയ്യുന്ന അടുക്കള ജോലികൾ ചെയ്യുന്നിടത്ത് സ്ത്രീകൾ സ്ഥിരമായിട്ട് നിൽക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് പുറത്തേക്കും അകത്തേക്കും കാഴ്ച കാണുന്ന രീതിയിൽ ജനൽപ്പാളികൾ തുറന്നിടരുത് എന്നൊക്കെയാണ് പുതിയ നിയമം. പുതിയതായിട്ട് വീടുണ്ടാക്കുമ്പോൾ അത്തരം ജനാലകൾ, വഴിയിലേക്ക് തുറക്കുന്ന ജനാലകളോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി അവിടുത്തെ മുനിസിപ്പാലിറ്റി ഉദ്യോഗസ്ഥന്മാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് പുതിയ വാർത്തകൾ വരുന്നത്. മനസ്സിലായോ? അപ്പൊ അവിടെ ജീവിക്കുന്ന 90% ആളുകളും ഈ താലിബാനിസം അംഗീകരിക്കുന്നവരല്ല. പക്ഷെ അവരുടെ നേതൃത്വം, രാഷ്ട്രീയ നേതൃത്വം, മത നേതൃത്വവും ഇവരുടെ കയ്യിലായതുകൊണ്ട് ആ ജനങ്ങൾ അതിന് അടിമപ്പെട്ടു പോകും. ഇതാണ് ഞാൻ പറയാറുള്ളത്, ഇസ്ലാമിന്റെ ഏറ്റവും ഒന്നാമത്തെ ഇരകൾ എന്ന് പറയുന്നത് മുസ്ലിങ്ങളാണ്. കാരണം ഇസ്ലാം വന്ന് നേരിട്ടല്ല ഇവരെ ഇടങ്ങേറാക്കുന്നത്. നമ്മളെ മൂല്യന്മാരും നമ്മളെ ഉമറാക്കളുമാണ്. ഈ മൂല്യന്മാരും ഉമറാക്കളും തമ്മിൽ മൂല്യർ എവിടെ നിൽക്കുന്നു, ഉമറാക്കൾ എവിടെ നിൽക്കുന്നു, ആരാണ് ഇതിൽ നേതൃത്വം വഹിക്കേണ്ടത് എന്നുള്ള കാര്യത്തിലൊക്കെ പൊതുജനങ്ങൾക്ക് അഭിപ്രായം പറയാനുണ്ടാവണം. ഇതിപ്പോ എന്താ വെച്ചാൽ പള്ളി കമ്മിറ്റി തീരുമാനിച്ചതിന് അപ്പുറത്തേക്ക് മഹലിൽ ഒരാൾക്ക് അനങ്ങിയാൽ അയാളെ മഹല്ല് വിലക്കാണ് ചെയ്യുക. തീർച്ചയായിട്ടും. അല്ലാതെ മഹലിലെ പൊതു ആൾക്കാരുടെ പൊതു അഭിപ്രായം മാനിച്ചിട്ട് കമ്മിറ്റി തീരുമാനം എടുക്കുകയല്ല ചെയ്യുന്നത്. അപ്പൊ അതൊക്കെയാണ് ഇതിന്റെ പ്രശ്നം. അതുകൊണ്ട് നമുക്കിത് പറയുക എന്നുള്ളതും പുതിയ തലമുറയിലെ ആളുകൾ ഇത് ഈ അർത്ഥത്തിൽ ചിന്തിക്കുക എന്നുള്ളതും മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള പ്രഷർ അകത്തുണ്ടാവുക എന്നുള്ളത് മാത്രമാണ് പ്രതിവിധി. അത് കുറെ ആൾക്കാർ പ്രയാസപ്പെടും. നിങ്ങൾ ഈ പറഞ്ഞ ആ ഒരു കാറ്റഗറി ആളുകൾ പ്രയാസപ്പെടുന്ന കാര്യം ഒരു ഫാക്ടാണ്.
ഞാൻ നിങ്ങളുടെ വീഡിയോസ് കണ്ടപ്പോ തുടക്കത്തില് എനിക്ക് അതില് സ്വാഭാവികമായിട്ടൊരു വിശ്വാസിക്ക് ഉണ്ടാവുന്ന കുറെ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. ഇതുപോലെ തന്നെ വേറെ ഏതെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണോ ചെയ്യുന്നത്. പിന്നീട് അതില് ഈ പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ കുറച്ച് ഓതിയിട്ടുള്ള ആളാണ്. അപ്പൊ ആയതുകൊണ്ട് അത് ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കളവ് പറയുന്നില്ല. പക്ഷെ അപ്പൊ കളവ് പറയാതെ സത്യമാണ് നിങ്ങൾ പറയുന്നത്. ഇപ്പൊ ജബ്ബാർ മാഷാണെങ്കിലും നിങ്ങളാണെങ്കിലും ഒക്കെ വളരെ മാന്യമായിട്ടാണ് സംസാരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ സംസാരം സ്വാഭാവികമായിട്ടും പല ആളുകളെയും അട്രാക്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത് സത്യമാണ്. അപ്പൊ അക്കൂട്ടത്തില് ഈ പ്രായം ചെന്ന ആളുകൾക്ക് ഉണ്ടാവുന്ന ബേജാറ്, അവരുടെ മാനസിക പിരിമുറുക്കം പിന്നെ അവര് വേറൊരു തലത്തിലോട്ട് കൊണ്ടുപോയി എത്തിക്കുന്നുണ്ട്. കാരണം അവര് ഇപ്പൊ ഈ ഇക്കാലം അത്രയും ജീവിച്ചത് അവര് ഈ പ്രതീക്ഷയിലാണല്ലോ പറഞ്ഞു ബോധ്യപ്പെടുത്തിയേക്കുന്നത്. അപ്പൊ അതിന്റെ അപ്പുറത്തുള്ള ഒരു കാര്യം പറഞ്ഞു കേൾക്കുന്ന സമയത്ത് അവർക്ക് വേറൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഈ ഇസ്ലാമിക പക്ഷത്തുള്ള പല പണ്ഡിതന്മാരും ഈ റഹ്മത്തുള്ള ഖാസിമിയെ പോലെ പല ആളുകളും പല വ്യത്യസ്ത മേഖലയിലുള്ള ആളുകള് ഇസ്ലാമിലുള്ള കൊഴിഞ്ഞുപോക്കിനെ കുറിച്ചിട്ട് സൂചിപ്പിക്കുന്നുണ്ട്, വേവലാതിപ്പെടുന്നുണ്ട്. പക്ഷെ ഇതൊന്നും നിങ്ങൾ ഈ പറഞ്ഞ പോലെ നേതൃത്വത്തിൽ ഇത് എത്തിക്കാൻ പറ്റൂല. ഇപ്പൊ ആരെങ്കിലും ഇതിനെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ അതിൽ വല്ല യാഥാർത്ഥ്യം ഉണ്ടോന്ന് മനസ്സിലാക്കാനോ അതല്ലെങ്കിൽ അത് സത്യമാണെന്ന് അതിനുള്ള ആ ഒരു തലത്തിലോട്ട് അവരുടെ മൈൻഡ് സെറ്റ് മാറുന്നില്ല. അത് അവർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അത് അങ്ങനെ ആക്കി വെച്ചേക്കുന്നു. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, മരണശേഷം സ്വർഗം ഉണ്ടെങ്കിൽ കിട്ടട്ടെ, നരകം ഉണ്ടെങ്കിൽ നരകമുള്ളവർക്ക് അവര് അതിൽ പോട്ടെ. കാരണം ഇത് വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്, വല്ലാതെ. ഇപ്പൊ എന്റെ ഉമ്മൊക്കെ ഈ അടുത്ത കാലത്താണ് മരിച്ചുപോയത്. അപ്പൊ ഉമ്മക്ക് ഇതുപോലെ തന്നെ വലിയൊരു അസുഖം വന്നിട്ട് ഈ ഡയബറ്റിക് ഫ്രൂട്ട് വന്നിട്ടാണ് ഉമ്മ മരിക്കുന്നത്. അപ്പൊ ഇതുപോലെ നമ്മളിത് സ്വന്തം വീട്ടിൽ അനുഭവിക്കുന്നതാണ്. കാരണം ഈ വേദനയേക്കാൾ പേടി ഈ മരണത്തെ കുറിച്ചും അതിന് ശേഷമുള്ള കാര്യങ്ങൾ ഓർത്തിട്ടാണ്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഞാൻ അവരോട് സൂചിപ്പിച്ചിരുന്നു. പക്ഷെ അത് ഈ ഒരു എന്താ പറയാ ഒരു ചിന്താശേഷിയുള്ള ആളുകളോട് മാത്രമാണ് അത് ചർച്ച ചെയ്തിട്ട് കാര്യമുള്ളൂ. അല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് മാത്രമല്ല കൂടുതൽ ഏജുള്ള ആളുകളെ സംബന്ധിച്ച് അവർക്ക് ആ അർത്ഥത്തിൽ അത് അനലൈസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി പറ്റുന്നില്ല. അപ്പൊ വിശ്വാസത്തിന്റെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം വിശ്വാസത്തിന്റെ 2 തലങ്ങളുണ്ട്. ഒന്നിപ്പോ ചില സാധനങ്ങൾ ഉപയോഗിക്കരുതെന്നുള്ള കാര്യങ്ങൾ സൂചന. ഞാനൊന്നും ജീവിതത്തിൽ മദ്യം ഉപയോഗിച്ചിട്ടില്ല, പുക വലിച്ചിട്ടില്ല. സംഗതി അത് എന്തിന്റെ പേരിലാണെങ്കിലും അത്തരം കാര്യങ്ങളിൽ നിന്ന് അത് വിട്ടു നിൽക്കാനുള്ള ഒരു പ്രചോദനം, അതല്ലെങ്കിൽ സെൽഫായിട്ട് നമ്മളൊരു നിയന്ത്രണ വിധേയമാക്കുന്നുള്ള ഒരു ബോധ്യം ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞാൽ അത് ദോഷമുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ടൂള്, അതായത് അതാണ് എന്റെ പ്രശ്നം. അതായത് ഇപ്പം അത് 2 പ്രശ്നങ്ങൾ തന്നെ അതിനകത്തുള്ളത്. 3 പ്രശ്നങ്ങൾ പറയാം. ഒന്നാമത്തെ പ്രശ്നം, ഇത് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു റീസൺ പറഞ്ഞിട്ടല്ല നമ്മൾ ഇതിൽ നിന്ന് ആളുകളെ മാറ്റി നിർത്തുന്നത്. ഇപ്പൊ ദൈവം, മനസ്സിലായോ, ദൈവത്തിന്റെ ശിക്ഷയോ മരണമോ അത് കഴിഞ്ഞിട്ടുള്ള കഠിനമായിട്ടുള്ള ശിക്ഷയോ ഭയപ്പെടുത്തിക്കൊണ്ടാണ് ഈ തരം ഒരു കാര്യം. ഇത് മാത്രമല്ല, കള്ള് പെണ്ണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സുഖാസ്വാദനങ്ങളായിട്ടാണ് ഇസ്ലാം നിരീക്ഷിക്കുന്നത്. മനസ്സിലായോ? ഇത് ആക്ച്വലി ഇതൊരു സുഖാസ്വാദന പരിപാടിയല്ലല്ലോ. ഇപ്പൊ ഈ കള്ളുകുടിയാണെന്ന് പറയുന്നത് സുഖാസ്വാദനമായിട്ട് നമ്മൾ എടുക്കാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ ഇതിനെ ഡിഫൈൻ ചെയ്യുകയും എന്നിട്ട് അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ പ്രേരിപ്പിക്കുകയും അതിനുവേണ്ടി തെറ്റായ ഒരു ഭയം ഇവരുടെ ഉള്ളിലുണ്ടാക്കുകയും ചെയ്യണം. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യാഘാതങ്ങൾ വേറെ 2 എണ്ണമാണ്. ഒന്നാമത്തെ പ്രശ്നം ഇതാണ്, ഈ പഠിപ്പിക്കുന്നതിന്റെ പ്രശ്നം. രണ്ടാമത്തത് ഇതിന്റെ ഇപ്പൊ ഇൻ കേസ് ഒരാൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു, അയാൾ ഒരു നല്ല കാലത്താണുള്ളത് എന്ന് വിചാരിക്കുക, അയാൾ നല്ല ആരോഗ്യമുള്ള കാലത്താണ് ജീവിക്കുന്നതെങ്കിൽ അയാളുടെ മനസ്സിൽ ഡിഫോൾട്ട് ആയിട്ട് മദ്യത്തെക്കുറിച്ചും ഈ സ്ത്രീ വ്യഭിചാരം എന്ന് പറഞ്ഞിട്ട് പഠിപ്പിച്ച കാര്യത്തെക്കുറിച്ചൊക്കെ ഇസ്ലാമിൽ ഇത് അള്ളാഹുവിന്റെ ശിക്ഷ പേടിച്ച് മാറ്റി നിർത്തപ്പെട്ട സുഖാസ്വാദനങ്ങളായിട്ടാണ് കാണുന്നത്. അപ്പൊ അതുകൊണ്ടുണ്ടാകുന്ന സാമൂഹ്യ പ്രശ്നങ്ങൾ ആ വ്യക്തിക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള മൂല്യച്യുതി ഒരു ഭാഗത്തുണ്ട്. രണ്ടാമത്തത്, ഇതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഇത് ഉപേക്ഷിച്ചു എന്ന് പറയുന്ന ആളുകളെ സംബന്ധിച്ച് ജീവിതം നഷ്ടപ്പെടുത്തിയല്ലോ എന്നൊരു വേവലാതി ഉണ്ടാവും. മനസ്സിലായോ? ഇതൊക്കെ സുഖാസ്വാദനമാണ്, എന്നാൽ ആ കാലം കഴിഞ്ഞു പോയി എന്നിട്ടാണ് ബോധം വന്നതെന്നുള്ളവർക്ക് അപ്പൊ ഒരു വേറൊരു മാനസിക പിരിമുറുക്കം, ഞാൻ എന്റെ ജീവിതം ആസ്വദിച്ചില്ലല്ലോ എന്നതും വരാം. അപ്പൊ ഇതൊക്കെ നെഗറ്റീവായിട്ടാണ് ഇതിന് ബാധിക്കുന്നത്. അല്ല, ഞാൻ ഇങ്ങനെയുള്ള ആക്ടിവിറ്റിയിൽ ചെന്ന് പെടുന്നവരുടെ കുടുംബത്തിന് വരുന്ന ഈ സാമ്പത്തികവും അതുപോലെ മാനസികമായിട്ടുള്ള പിരിമുറുക്കം, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഞാൻ അഡ്രസ് ചെയ്തത്. മനസ്സിലായി.
പക്ഷെ ഞാൻ അപ്പൊ പറഞ്ഞത് അതിനുള്ള പരിഹാരം എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് നിങ്ങൾ പേടിപ്പിച്ചിട്ട് ഒരു കുട്ടികളെയും ബോധവൽക്കരിക്കാൻ കഴിയില്ല. അല്ല ഭയം അത് എന്ന് അത് പറയുന്നത് ശരിയല്ല. പുതിയ അല്ല ജനറേഷനിൽ അത് അത് ഇല്ലാത്ത അത് ഒരു ശരിയല്ല. സാധനമാണ്. അത് അല്ല അത് ശരിയല്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നമ്മള് ഭയപ്പെടുത്തിയിട്ട് കാര്യമില്ല പുതിയ എന്നുള്ള കാലത്തെ അഭിപ്രായക്കാരനാണ്. കുട്ടികള് നിയമങ്ങളെ പോലും പേടിക്കൂല. രാജ്യത്തിന്റെ നിയമങ്ങളെ പോലും. ഉറപ്പാണ് അതിന് ഉറപ്പാണ് പകരം ഉറപ്പാണ്. ശരിയും തെറ്റും ജനാധിപത്യവും ഛേദിച്ച് പറഞ്ഞ് മനസ്സിലാക്കിയാൽ തന്നെ അത്രേ നടക്കുള്ളൂ പറ്റുള്ളൂ. കാര്യം. അതെ 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 അങ്ങനെ അതെ. പറ്റും. ഒരു അല്ല ജനാധിപത്യ സമൂഹം പിന്നെ സാമൂഹ്യ സ്വാഭാവികമായിട്ടും ധാർമ്മികത, മൂല്യങ്ങൾ, അവരുടെ ആരോഗ്യത്തെ കുറിച്ചുള്ള അവബോധം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൂടെ മാത്രമേ ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവുള്ളൂ. അതെ 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 ഇപ്പൊ അതെ പോലീസ് പിടിക്കുന്നു പേടിപ്പിച്ചിട്ടോ CCTV ഉണ്ടെന്ന് പറഞ്ഞിട്ടോ നരകത്തിലിടുന്നു പറഞ്ഞിട്ടൊന്നും പുതിയ തലമുറയിലെ കുട്ടികളെ ഏതെങ്കിലും ഒരു കാര്യത്തിലേക്ക് അടുപ്പിക്കാനോ അകറ്റാനോ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നേ ഇല്ല. അല്ല ഇത് അത് അതെല്ലാം നിങ്ങൾ പറഞ്ഞത് കറക്റ്റ് ആണ്. എനിക്കിതിലൊരു കാര്യം മാത്രം പറയാനായിട്ടാണ് ഞാൻ വിളിച്ചത്. കാരണം മനസ്സിലായി. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്തപ്പോ അതൊക്കെ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് നിങ്ങൾ ആരെന്തെങ്കിലും കാശ് മേടിച്ചിട്ടാണെന്നുള്ള ധാരണ ഇല്ല. ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കില്ല. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യം നിങ്ങൾ അതില് എന്താ പറയാ അതിൽ അനുഭവിച്ച കാര്യമാണ് നിങ്ങൾ പറയുന്നത്. ഇത് നിങ്ങൾ മാത്രമല്ല, എല്ലാ ആളുകളും അത്തരത്തിലുള്ള അനുഭവങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. പല തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. പക്ഷെ ഇതൊരു നേതൃത്വത്തിനെതിരെ സംസാരിക്കാനുള്ള ഗട്ടുള്ള ആളുകളില്ല. ഉണ്ടായാൽ തന്നെ അവരെ ഒറ്റപ്പെടുത്തുന്ന അങ്ങനെ ഒരു സംഗതി. മാത്രമല്ല, ഇസ്ലാം എന്ന് പറയുന്നത് വളരെ പന്തലിച്ച ഒരു വലിയ വൃക്ഷമാണ്. അതെ അതെ. അതിന് പലതരം ആൾക്കാരുണ്ട് അതിനകത്ത്. പലതരം ആൾക്കാരുണ്ട് അതിനുള്ളിൽ. അപ്പൊ അതിനിടയിലൊന്നും ആർക്കും ഇനിയിപ്പോ വിയോജിപ്പ് ഉണ്ടായാൽ പോലും അവർക്കത് സംസാരിക്കാനുള്ള സ്പേസ് അതിലില്ല. പിന്നെ അങ്ങനെ ചെയ്ത് ഇവരാദ്യം പഠിക്കേണ്ടത് എന്താ അറിയോ? ഈ സമൂഹത്തിൽ ഇവർക്ക് ഇനി ആകെ നിലനിൽക്കണമെങ്കിൽ അവരാദ്യം പഠിക്കേണ്ടത് ഇവരുടെ അകത്തുള്ള ഈ പടലപ്പിണക്കണല്ലോ, ഈ തെരുവിൽ വെച്ച് വിളിച്ചു കയറലും നിലവിളിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രോശിക്കലും അതാദ്യം നിർത്തിയാലേ ഈ പുതിയ തലമുറയിലേക്ക് ഇവരെ സ്വാധീനിക്കാൻ കഴിയുള്ളൂ. ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത് ഇതുപോലുള്ള നിസ്സാര കാര്യങ്ങൾക്ക് സ്റ്റേജ് കെട്ടി എന്നൊക്കെ പുറത്തുള്ള ഇവന്മാരുടെ ഈ ക്ലിപ്പിട്ട് വയലുറച്ചിലാണ്. അതെ 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 അതെ. ഒരു വിഭാഗത്തിനെ വിമർശിക്കാൻ വേണ്ടി ഏതറ്റം വരെ പോവുകയും അതിലൊക്കെ തുടക്കത്തിൽ അതിലൊക്കെ അട്രാക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ സ്വാഭാവികമായിട്ട് ഇതിൽ ഈ പറയുന്നതാണല്ലോ ശരി എന്നുള്ള തോന്നലും അതനുസരിച്ച് നീങ്ങൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നീട് ഇപ്പൊ നാട്ടിൽ പ്രവാസം കഴിഞ്ഞിപ്പോ ഒരു കുറച്ചായിട്ട് 3-4 വർഷമായിട്ടാണ് നാട്ടിൽ വന്നേക്കുന്നത്. നാട്ടിൽ വന്നപ്പോഴാണ് ഇതിന്റെ ഭീകരത എവിടെയാണ് ചെന്ന് എത്തിയേക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം നമ്മൾ ഇവിടുന്ന് പോകുമ്പോ ഞങ്ങൾ ഒരു 10-30 വർഷം ഗൾഫിൽ നിന്ന ആളുകള് അന്ന് ഉണ്ടായിരുന്ന സകല ബന്ധങ്ങളും നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് വസ്തുത. ഇപ്പൊ എന്റെ പരിസരത്തൊക്കെ ക്രിസ്ത്യാനി ഉണ്ട്, ഹിന്ദുക്കളുണ്ട്. അവരൊക്കെ ഇതുപോലെ തന്നെ ഓണം വന്നാലും അവരുടെ പെരുന്നാൾ വന്നാലും ഒക്കെ പലഹാരങ്ങൾ കൊണ്ടുവരികയും നമ്മൾ തിരിച്ചങ്ങോട്ട് കൊടുക്കുകയൊക്കെ ചെയ്തതിന് ഒരു സുവർണ കാലഘട്ടം ഉണ്ടായിരുന്നു. അതെല്ലാം മാറിയിട്ട് ഈ വിഭാഗത്തിനെ വളരെ മോശമായിട്ട് ടാർഗറ്റ് ചെയ്യുന്ന ഒരു മദ്രസ പൊട്ടന്മാരെന്നൊക്കെ വിളിക്കുന്നത്. അല്ലെങ്കിൽ എത്ര ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളുള്ള ഒരു സമൂഹത്തിനാണ് ഈ മദ്രസ പൊട്ടൻ എന്ന് വിളിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേക്കുന്നത്. അപ്പൊ ഇതൊക്കെ കാണുമ്പോ വിശ്വാസം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർ ആ വിശ്വാസം അനുസരിച്ച് ജീവിക്കട്ടെ. പക്ഷെ പൊതുസമൂഹത്തിനോട് ഇടപെടുന്ന സ്ഥിതി അത് ഇന്ത്യയുടെ കൾച്ചർ എന്ന് പറയുന്നത്, നമ്മുടെ ഇന്ത്യയുടെ ഒരു എന്താ പറയാ ഒരു പൊളിറ്റിക്കൽ കൾച്ചർ എന്നൊരു സാധനമുണ്ട്. അത് പൊളിറ്റിക്കൽ കൾച്ചർ അല്ലെങ്കിൽ രാജ്യത്തിന്റെ ഒരു ഡെമോക്രാറ്റിക് ഒരു ഫാബ്രിക്, അതിനോട് ഇഴകി ചേരുക എന്നുള്ളത് മാത്രമാണ് ഏത് മനുഷ്യനും ചെയ്യാവുന്ന ഒരു കാര്യം. ചെയ്യാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. വിശ്വാസി അത്തരത്തിലുള്ള നിലപാട് തന്നെയാണ് സ്വീകരിക്കേണ്ടത്. അതെ, അതിന് വിരുദ്ധമായ നിലപാടുകൾ വിളിച്ചു പറയുന്ന മൗലിയമാർക്ക് ആ സമൂഹത്തിലാണ് സ്ഥാനം ഇല്ലാണ്ടാവേണ്ടത്. അല്ല അത് ഒരിക്കലും നടക്കില്ല. കാരണം എന്താണെന്നുണ്ടെങ്കിൽ ഇവര് ഈ കുറെ ചിന്താശേഷി ഇല്ലാത്ത, അതല്ലെങ്കിൽ ഇങ്ങനെ വിശദീകരിച്ച് വിമർശനങ്ങൾക്ക് വിധേയമായി പഠിക്കുന്ന സംവിധാനം അല്ലെങ്കിൽ അത്തരത്തിൽ ചിന്തിക്കാത്ത ആളുകളാണ് ഈ കൂടെ നിർത്തിയേക്കുന്നത്. അപ്പൊ അവരെന്ത് പറയുന്നു അവിടെയാണ് ശരി. അതിന്റെ അപ്പുറത്തുള്ള ഏത് ശരി പറഞ്ഞാലും ഏൽക്കില്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വിശ്വാസം വിടുക എന്ന് പറയുന്ന അല്ലെങ്കിൽ വിശ്വാസമില്ലായ്മ എന്ന് പറയാതൊന്നും നമുക്ക് വരില്ല. പക്ഷെ സ്വാഭാവികമായിട്ട് നമ്മുടെ ഉള്ളിൽ അത് എന്താ പറയാ ഇൻബിൽഡ് ആയിട്ട് വന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ നമ്മളങ്ങനെ ആ രീതിയിലാണ് നമ്മൾ വളരുന്നത്. അപ്പൊ നമുക്ക് വിയോജിപ്പുള്ള മേഖല അത് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു അംഗീകാരം ഉണ്ടാവുകയും അത്തരത്തില് ഇതര മതസ്ഥരായിട്ട് വളരെ നല്ല സാഹോദര്യത്തിൽ നീങ്ങാവുന്ന, തീർച്ചയായിട്ടും അതിന് സമുദായം തയ്യാറാവുക എന്നുള്ളതും അവർ ഇനീഷ്യേറ്റീവ് എടുക്കുക എന്നുള്ളതും, ഞാൻ പറഞ്ഞത് അതിന് ഉമറാക്കൾ മുന്നിട്ടിറങ്ങുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ എന്റെ ഒരു അനുഭവം പറയാം. എനിക്ക് ആളുകളുടെ പേരും വിവരമൊന്നും പറയാൻ പറ്റില്ല. അതായത് പള്ളി ഖത്തീബ്, പള്ളിയിൽ ഖുതുബ പറയുന്ന ആൾ
ആ ഈ മതത്തിനകത്തുള്ള പ്രശ്നങ്ങൾ പൂർണ്ണമായും മനസ്സിലാക്കി. ഇപ്പൊ നമ്മളൊക്കെ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായും ശരിയാണെന്ന് അംഗീകരിക്കുന്ന പള്ളിയിൽ ഖുത്ബ ഓതുന്ന മനുഷ്യന്മാരുണ്ട് എന്ന്. അതെ എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവരൊക്കെ പറയുന്ന ഒരു കാര്യം ഒന്നും ചെയ്യാൻ പറ്റില്ല അവർക്ക്. മനസ്സിലായോ? അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം. വിശ്വാസത്തിനൊന്നും കോട്ടം തട്ടാത്ത നിലയിൽ പോലും സമൂഹത്തിന്, സമുദായത്തെ ഏതെങ്കിലും തരത്തിൽ പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റം വരുത്തുന്ന ഒരു അഭിപ്രായ പ്രകടനത്തിന് പോലും കഴിയില്ല. അല്ല അത് അങ്ങനെ ഒരു സംഗതി നമ്മൾ പറഞ്ഞാൽ, അങ്ങനെ ഒരു സംഗതി നമ്മൾ ഈ സമൂഹത്തിൽ ഇപ്പൊ ഞാനൊക്കെ ചില ക്ലിപ്പുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോ അങ്ങനെ ഭയപ്പെടുത്തിയിട്ടുള്ളതും അല്ലാത്തതും ഒക്കെ വരുന്ന സമയത്ത് ഞാൻ അതിനെതിരെ സംസാരിക്കും. എന്നിട്ട് സംസാരിച്ചിട്ട് ഇങ്ങനെ ഒരു ഫേസും കൂടെ ഈ പ്രശ്നത്തിൽ, ഇപ്പൊ ഉദാഹരണത്തിന് ക്ഷമയെ കുറിച്ച് പറയുന്ന സമയത്ത് ഈ ഒട്ടകത്തിന്റെ കുടൽമാല ഇട്ടതൊക്കെയാണ് നമ്മൾ പഠിച്ചേക്കുന്നത്. അതേ മനുഷ്യനെ പിന്നീട് തലവെട്ടിയ കാര്യങ്ങൾ നമ്മളിപ്പോ ഇവിടെ നാട്ടിൽ വന്നതിന് ശേഷമാണ് അറിയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞു, ഈ ക്ഷമയുടെ ഇത്ര മാത്രം അങ്ങേയറ്റം നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള ആള് ഒരു ഒട്ടകത്തിന്റെ കുടൽമാല കഴുത്തിലിട്ടതാണോ പ്രശ്നം, അല്ല അതേ മനുഷ്യനെ അയാൾ മാപ്പ് പറഞ്ഞിട്ട് കീഴടങ്ങിയിട്ട് അയാളെ വെട്ടിക്കൊന്നതാണോ പ്രശ്നം നമ്മൾ ചോദിച്ചിട്ടുണ്ട്. ഈ കിതാബിൽ എഴുതി വെച്ചിട്ടുള്ളതും മൗലവിമാര് പറയണ ഒരു സെന്റൻസ് ഉണ്ട് അതിനകത്ത്. അതായത് മുഹമ്മദ് എന്റെ കുട്ടികൾ ചെറുതാണ്, എന്റെ കുട്ടികൾക്ക് ആരാ ഉള്ളത് എന്ന് ചോദിക്കുന്നതായിട്ടും നരകമാണുള്ളത് എന്ന് മുഹമ്മദ് നബി മറുപടി പറഞ്ഞതായിട്ടുമാണ് പറയുന്നത്. വളരെ വേദന ഉണ്ടാക്കിയ ഒരു കാര്യമാണ് അത്. ആ മൊയ്ലിയാര് പറഞ്ഞ അത് അയാൾ ഏത് തരത്തിൽ പറഞ്ഞ് ആളുകളെ ബോധ്യപ്പെടുത്തിയെന്ന് എനിക്കറിയില്ല. എനിക്കത് കേട്ടിട്ട് വല്ലാതെ വിഷമമുണ്ടായ ഒരു സംഗതിയാണ് അത്. അതെന്താന്ന് വെച്ചാല് അത് നിങ്ങൾ നേരത്തെ പറഞ്ഞ ഈ ഹുബ്ബുർ റസൂലില് മുഹമ്മദ് നബിക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നവരോട് യാതൊരു സഹതാപവും ആവശ്യമില്ല എന്ന് അവരോട് ഫൈറ്റ് മോഡിൽ തന്നെ നിൽക്കാം. അവരോട് നമ്മൾ കാണിക്കുന്ന ക്രൂരതയൊന്നും ക്രൂരതയല്ല, അത് മതപരമായ ദൗത്യമാണെന്ന് ഒരു മനോനില ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിലെ സുഡാപ്പികൾ എന്ന് പറയപ്പെടുന്ന പോപ്പുലർ ഫണ്ട് നമ്മുടെ നാട്ടിലുള്ള കുട്ടികളെ പരിശീലിപ്പിച്ചിരുന്നത് മരിക്കാനാണ്. അതായത് ഒന്നുകിൽ വിജയം അല്ലെങ്കിൽ മരണം എന്നാണ് അവരുടെ മോട്ടോ. ആത്മഹത്യാപരാണത്. ഇത് ഞാൻ പറഞ്ഞത് എന്റെ വിശ്വാസിയായിരുന്ന കാലത്ത് ഈ കാര്യത്തിൽ എന്റെ വീട്ടിലുണ്ടായിരുന്ന ഈ ഇത്തരം നിലപാടുള്ള ആൾക്കാരോട് തർക്കിക്കുകയും അവര് ഈ രാജ്യത്തെ കുട്ടിച്ചോറാക്കാൻ പോകുന്നവരാണെന്ന് അവരെ മൊത്തത്തിൽ പറഞ്ഞ ആളാണ് ഞാൻ. കാരണം അവര് മുസ്ലിങ്ങളെ രക്ഷിക്കാനല്ല പോകുന്നത്, അവരുണ്ടാക്കുന്ന ഈ പ്രസ്ഥാനം മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക്. ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ പല കാര്യങ്ങളും ശരിയാണ്. പക്ഷെ അതിനുള്ള പരിഹാരം എന്ന് പറയുന്നത് ഖുർആനോ, അതിനുള്ള പരിഹാരം ഇന്ത്യയിൽ ഒരു ജനവിഭാഗം അനുഭവിക്കുന്ന പ്രശ്നം, ഇപ്പൊ ഇന്ത്യയിൽ മുസ്ലിങ്ങൾ നേരിടുന്ന പ്രശ്നത്തിന് പരിഹാരം അല്ലാഹു അക്ബറോ ലാ ഇലാഹ ഇല്ലല്ലാഹോ ഖുർആനോ അല്ല. ഭരണഘടനാപരമായ പരിഹാരങ്ങൾ തേടണം. അല്ല ശരിയാണ്. അതിന് തേടാൻ നിങ്ങൾ തയ്യാറല്ല. അതിന് പകരം നിങ്ങൾ മുസ്ലിങ്ങൾ എന്ന വികാരത്തെ ഇളക്കിവിട്ട് സംഘടിക്കാനും ആണ് തയ്യാറാവുന്നതെങ്കിൽ ഇതേ വൈകാരികത അപ്പുറത്ത് ഇളക്കി വിടാനും അവിടെ സംഘടിപ്പിക്കാനും കഴിയും. സമഗ്ര പഠനം ഇല്ല, ഒരു വിഷയത്തിൽ സമഗ്ര പഠനം ഇല്ലാത്തതിന്റെ കുറവാണ്. ഈ പ്രശ്നം ഈ വൈകാരികതയാണ്. കാരണം ഇതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ വൈകാരികതയാണ്. ഉമ്മത്ത് എന്നൊരു വൈകാരികതയും മുഹമ്മദ് നബി എന്ന് പറയുന്ന ഒരു വികാരം അത് ചെറുപ്പത്തിൽ പഠിപ്പിക്കുന്നതാണ്. ഡെവലപ്മെന്റിന് മുമ്പ് തന്നെ ബ്രെയിനിൽ കയറ്റി വെച്ചേക്കുന്ന ഒരു സാധനമാണ്. അത് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. അത് അങ്ങനെ സ്വന്തമായിട്ട് മാഞ്ഞു പോകത്തൂല. മാത്രമല്ല കേരളത്തിൽ വേറൊരു പ്രശ്നമാണ്. ഇപ്പൊ കേരളത്തില് മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന രീതിയിൽ, സെക്യുലർ മുസ്ലിം രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ പേര് സ്വയം പറയുന്ന ആ പാർട്ടിയാണല്ലോ മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗ് പുറത്തു പറയുന്ന ഈ നിലപാട് മുസ്ലിം സമുദായത്തിന്റെ പൊതു സംസ്കാരമായി വളർത്തിക്കൊണ്ടിരുന്നതിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. ജനാധിപത്യ മതനിരപേക്ഷതൊക്കെ പറയുമ്പോൾ പോലും മുസ്ലിം പ്രശ്നങ്ങൾക്ക് മുസ്ലിമായ രീതിയിൽ തന്നെ പരിഹാരം തേടുക, അല്ലെങ്കിൽ ഇസ്ലാം കൊണ്ട് പരിഹാരം എന്ന നിലപാട് സ്വീകരിക്കുന്നവരോട് പലപ്പോഴും സഹകരിക്കുകയും അതിനോട് മൗനം കൊണ്ട് അതിനോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുന്ന നിലപാട് സ്വീകരിക്കുന്നുണ്ട്. ബാബരി പള്ളിയുടെ പ്രശ്നത്തിൽ ശരിയാണ്, അവര് കുറച്ചൊരു സംയമനത്തോടെ നിലപാട് സ്വീകരിച്ചു. അത് ബാക്കിയുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ഇവിടെ ഒരു ഹാദിയ കേസ് ഉണ്ടായില്ലേ, മുസ്ലിം ലീഗിന്റെ നിലപാട് അതിനകത്ത്. അപ്പോ അതൊക്കെ പ്രശ്നമാണ്. ഞാൻ പറഞ്ഞത് ഇതിന് പരിഹാരം മുസ്ലിം സമുദായത്തിനകത്തുനിന്നാണ് ഉണ്ടാവേണ്ടത്. നമ്മൾ നമ്മുടെ കർമ്മം ചെയ്ത് മുന്നോട്ട് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിനകത്ത് ഈ പറഞ്ഞ പോലെ ചില ആളുകളുടെ പ്രയാസം ഉണ്ട്, നമ്മൾ കാണണം. നിങ്ങൾ പറഞ്ഞ കാര്യം കൂടി നമ്മൾ പരിഗണിക്കാം. കാരണം അത് പരിഗണിക്കേണ്ട കാര്യമാണ്. അതില് ഒന്നും കൂടി അതിനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളത്
ആലോചിക്കാവുന്ന കാര്യമാണ്. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഒരു ദിവസം പരിശോധിച്ചതല്ല, 3 വർഷമായിട്ട് നിങ്ങളുടെയും ഇതുപോലെ ജബ്ബാർ മാഷിന്റെ ഒക്കെ വീഡിയോസ് ഇറങ്ങുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തിനേക്കാൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഈ സർക്കിളിൽ ഇല്ലാന്നാണല്ലോ പഠിപ്പിച്ചേക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിത്വത്തെ കുറിച്ചിട്ട് വേറൊരു ഡുവൽ ഫേസ് ഉണ്ടെന്നുള്ളത് നിങ്ങൾ പറയണം. അതിന് നിങ്ങളുടെ കയ്യിൽ പ്രമാണമുണ്ട്. അത് നിങ്ങൾ ഉണ്ടാക്കിയ പ്രമാണമല്ല, ഇവിടെയുള്ള പ്രമാണത്തിൽ ഞങ്ങൾ കാണാതെ ഞങ്ങളെ ഹൈഡ് ചെയ്ത് വെച്ച സാധനമാണ് നിങ്ങളെടുത്ത് പറയുന്നത്. അപ്പൊ നമ്മള് അത് പരിശോധന വിധേയമാക്കിയപ്പോ നിങ്ങൾ ഈ പറഞ്ഞേക്കുന്ന സംഗതിയൊക്കെ അതിലുള്ളതാണ്, കളവല്ല, അത് ഉറപ്പാണ്. അപ്പൊ ഞാൻ പറഞ്ഞു 99% കറക്റ്റും 1% തെറ്റും വന്നു കഴിഞ്ഞാൽ പോലും അത് ബുദ്ധിമുട്ടാണ്. കാരണം ഇത് പ്രപഞ്ച സൃഷ്ടാവിൽ നിന്നുള്ള സന്ദേശമാണല്ലോ. അപ്പൊ അതില് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരാൻ പാടില്ല എന്നാണ് എന്റെ നിലപാട്. ഞാനത് പറഞ്ഞിട്ടുണ്ട് പല ഘട്ടത്തിലും. പക്ഷെ അത് കേൾക്കാൻ അല്ലെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള ആ കേൾവിക്കാരുടെ ഇടയിൽ പറ്റുന്നില്ല എന്നുള്ളതാണ്. അതാണ് പ്രശ്നം. ഇത്തരം കാര്യങ്ങൾ, ഇങ്ങനെ ഒരു പ്രശ്നം അകത്ത് ചർച്ച ചെയ്യാൻ പോലുള്ള സംവിധാനം നിലവിൽ അവിടെ ഇല്ല. അതായത് ഇപ്പം നിലവിൽ ഒരു മഹലില് ഇത്തരം സംശയങ്ങളുള്ള കുട്ടി, ഇപ്പൊ എന്റെയോ അല്ലെങ്കിൽ ജബ്ബാർ മാഷിന്റെ ഒക്കെ വീഡിയോ കേട്ടിട്ട് ഇതിൽ സംശയം ജനിച്ച കുട്ടികളെ വിളിച്ചിരുത്തി അവരുടെ സംശയങ്ങൾ മാന്യമായ രീതിയിൽ, ഒരു ജനാധിപത്യ രീതിയിൽ, ഒരു ആശയ സംവാദത്തിന്റെ തലത്തിൽ സംസാരിക്കാനുള്ള വേദികളില്ല. അവർക്ക് കാര്യങ്ങൾ പറയാനോ അത് ചർച്ച ചെയ്യാനോ അതിലെന്തെങ്കിലും കറക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞു കൊടുക്കാനോ അല്ലെങ്കിൽ സമുദായത്തിൽ മാറ്റം വരുത്തേണ്ടതുണ്ട്, മൂല്യന്മാര് മാറേണ്ടതുണ്ട് എന്ന് അവർക്കൊരു അഭിപ്രായം പറയാനോ ഒന്നുമുള്ള വേദി നിലവിലില്ല. അങ്ങനെ ഒരു ചിന്ത പങ്കുവെക്കുന്നവന് ഒന്നുകിൽ അവർ സ്വയം പുറത്തോ അല്ലെങ്കിൽ ഈ ഉമ്മത്ത് പുറത്തോ ചെയ്യുന്ന നിലപാടാണുള്ളത്. ഒറ്റപ്പെടുത്തും. ഇപ്പൊ എന്റെ ശബ്ദം തിരിച്ചറിയുന്ന കുറെ ആളുകളുണ്ട്. സ്വാഭാവികമായിട്ടും അറിയും, ഇപ്പൊ ഇത് ആരാണെന്നൊക്കെ അറിയും. പക്ഷെ ഞാൻ അതൊന്നും വായിക്കുന്നില്ല. കാരണം എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ പറഞ്ഞല്ലോ, അപ്പൊ നിങ്ങള് ഈ കളവാണ് പറയുന്നത് എന്നുള്ള ബോധ്യം എനിക്കില്ല. കാരണം നിങ്ങൾ പറയുന്ന ജബ്ബാർ മാഷൊക്കെ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് എഴുതപ്പെട്ടിട്ടുള്ളതാണ്. സ്വന്തമായിട്ട് ഉണ്ടാക്കി പറഞ്ഞതാണെങ്കിലല്ലേ നമുക്ക് അതിനെതിരെ സംസാരിക്കാൻ പറ്റുള്ളൂ. ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നിട്ടും പറയുന്നുണ്ട് വല്ല തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞു തരാം, ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. എന്റെ വിശ്വാസം, ഞാൻ മനസ്സിലാക്കിയത് അതിലുള്ള മിസ്റ്റേക്ക് ആണെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് പ്രമാണങ്ങൾ ഉദ്ധരിച്ച് പറയൂ, ഞാൻ വീണ്ടും പഠിക്കാന്ന് നിങ്ങൾ പറയുന്നത്. അപ്പൊ അങ്ങനെ പറയുന്ന ഒരാളെ അയാള് കാശി വാങ്ങിച്ചിട്ടാണ് സംസാരിക്കുന്നത് പറയുന്നത് അത് വെറുതെ തള്ളുന്നതാണ്. തീർച്ചയായിട്ടും ഉത്തരമില്ലാത്തതുകൊണ്ട് പറയുന്നത് തന്നെയാണ്. അപ്പൊ എന്തായാലും എനിക്ക് പറയാനുള്ളത് ഇതില് ആയിക്കോട്ടെ, ഇത് നിങ്ങൾ പറഞ്ഞൊരു പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നെ സംബന്ധിച്ച് ഓഡിയൻസ് ഒരു പെർസെന്റേജ് വൈസ് നോക്കുമ്പോൾ വളരെ ന്യൂനപക്ഷമാണെങ്കിലും നിങ്ങളുടെ വീഡിയോസ് ജബ്ബാർ മാഷ വീഡിയോസ് ഒക്കെ പല ആളുകളും കാണുന്നുണ്ട്, കണ്ടവർ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ സത്യമാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ജബ്ബാർ മാഷ ഒരു വീഡിയോ ഞങ്ങളുടെ ഈ മഹലിലുള്ള ഒരാൾ എനിക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതിന് മുമ്പ് കേട്ടിട്ടുണ്ട്. അപ്പൊ അത് പലരും കേൾക്കുന്നുണ്ട്, കേട്ടവർ കേൾപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ എന്നെ സംബന്ധിച്ച് പറയാനുള്ളത് എന്താണെന്ന്, ഈ വളരെ വാർദ്ധക്യ ദിശയിലെത്തിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വല്ലാത്ത ബേജാറുണ്ടാവുന്നു. ഇപ്പൊ നമ്മുടെ വീട്ടിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവരെ കൂടി പരിഗണിച്ചിട്ട് അവരോട് പറയാനുള്ള കാര്യങ്ങൾ കൂടി പറയാൻ ശ്രമിക്കാം. അതാണ് അതിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം. അങ്ങനെ ചെയ്യണമെന്നാണ്. അല്ല, നിങ്ങളുടെ വിമർശനങ്ങൾക്ക് ആവശ്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് വരട്ടെ, സംസാരിക്കട്ടെ. അത് തന്നെയാണ് അതിന്റെ ശരി. പിന്നെ കേരളത്തിൽ നിങ്ങൾ പറയുന്ന നിലപാട് 100% കറക്റ്റാണ്. എല്ലാ ആളുകളായിട്ടും നല്ല സ്നേഹത്തിൽ ഇടപഴകാൻ കേരളത്തിൽ പറ്റണം. വളരെ സന്തോഷം. വിളിച്ചു. വെൽക്കം.